സ്മിത, ഇപ്പോൾ നമ്മളോടൊപ്പം പി വി അൻവർ ചേരുകയാണ്. ഇ പി ജയരാജന്റെ പുസ്തകത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിൽ പി വി അൻവറിനെതിരെ വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ, അതായത് ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങളുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, അത് അടിസ്ഥാനരഹിതമാണ്. ഇന്ന് ഇത് യഥാർത്ഥത്തിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നതിൽ അത് പലപ്പോഴും പൊല്ലാപ്പാകും. അങ്ങനെ ഒരു പൊല്ലാപ്പാണ് പി വി അൻവർ എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അല്ല, ആ പുസ്തകം തന്നെ നിഷേധിച്ചിരിക്കുകയാണല്ലോ ഇ പി. പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം തന്നെ ഇ പി നിഷേധിച്ചിരിക്കുകയാണല്ലോ. ഇത് വളരെ വലിയ ഗെയിമല്ലേ നടത്തിയത്. ഇവിടെ ചേലക്കരയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോവുകയാണ്, എൻ കെ സുധീർ. ജനങ്ങൾ നന്നായിട്ട് വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം അതാ. ഞാനിപ്പോഴും ചേലക്കരയിൽ ഉറക്കൊഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് കണ്ടിട്ടാണ്. ബി ജെ പിയുടെ പ്രവർത്തകർ, അനുഭാവികൾ, ഒന്നടങ്കം ന്യൂനപക്ഷങ്ങൾ, ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിർപ്പുള്ള കെ കരുണാകരൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഐ ഗ്രൂപ്പ്, ഇവരൊന്നടങ്കം സുധീറിന് വോട്ട് ചെയ്യാണ്. ഇ പി ഇങ്ങനെ പറയുമെന്ന് കരുതുന്നുണ്ടോ? ഇ പി ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ അൻവറിനെതിരെ ചില പരാമർശങ്ങൾ വന്നു. ഇ പിയും ഞാനും തമ്മിലുള്ള വൈകാരികമായ സൗഹൃദ ബന്ധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അറിയുന്ന, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇ പി. ഇന്നും ഞങ്ങൾ ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വാർത്ത കൊടുത്തു എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ നിഷേധിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അറിയാതെ ഡി സി പോലൊരു ഇത്ര പാരമ്പര്യമുള്ളൊരു സ്ഥാപനത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അതിന്റെ പോസ്റ്റർ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അല്ല, അവിടെയാണ് സംശയം. ഇ പി അത് നിഷേധിച്ചല്ലോ. ഞാനത് പോസ്റ്റർ പോലും കണ്ടിട്ടില്ല, ആരെയും ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെയാണ് ഇതിൻ്റെ ഹൈജാക്ക് നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഓപ്പറേഷനാണ്. ഒരു പക്ഷേ ഇത് നടന്നിട്ടുണ്ടാവാൻ സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇ പി ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഇ പിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. ഡി സി ബുക്സുമായി നെഗോഷിയേറ്റ് ചെയ്യാനോ ഈ പുസ്തകത്തിൻ്റെ അവസാനമായിട്ടുള്ള വെരിഫിക്കേഷനും ബാക്കിയുള്ളത്. ആ ഏൽപ്പിച്ച വ്യക്തിയെ ഈ പറയുന്ന പി ശശിയും ടീമും അത് ഹൈജാക്കിയത് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹമാണല്ലോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇ പി ഏർപ്പെടുത്തിയിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി ഡി സി ബുക്സിന് ഇവർ കൊടുത്തിട്ടുണ്ടാവും. ഇ പി അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ അതിൽ എഴുതി കയറ്റിയിട്ടുണ്ടാവും. ഇ പി എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയത്? ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നൊരു ചായ കുടിച്ചു എന്നാണ് പറയുന്നത്. അതിന് കെയർ ഓഫിലല്ലേ? അതിന് കെയർ ഓഫിലാണ് പുറത്താക്കിയത്. എന്നാൽ ഇവിടെ RSSൻ്റെ ആലയിൽ കിടന്നുറങ്ങുന്നവരാ മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ. അവരാണ് ഇവിടെ പൂരം കലക്കിച്ചത്. അവരാണ് ഇവിടെ RSSനും ബി ജെ പിക്കും ഒരു സീറ്റുണ്ടാക്കി കൊടുത്തത്. ആ RSSനും ബി ജെ പിക്കും സീറ്റുണ്ടാക്കി കൊടുത്തത് പൂരം കലക്കിയിട്ടാണെന്ന് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. അവർക്കെതിരെ നടപടിയില്ല. ചായ കുടിക്കാൻ വഴിയെ പോയ മന്ത്രി കയറിയതിന് ഈ പാവം ഇ പിയെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത കുരിശ് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ പറയുന്ന പി ശശിയും ഈ ലോബിയും. അത് തന്നെയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. ചേലക്കരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് തിരിച്ചടിയാണെന്ന് കൂടി അത് പറയുന്നുണ്ട്. അത് തിരിച്ചടിയാണല്ലോ. തിരിച്ചടിയല്ല. ഇവിടെ CPMൻ്റെ പകുതി വോട്ട് പോരും. CPMൻ്റെ തൊഴിലാളികൾ, താഴേക്കടലുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അനുഭാവികൾ, CPMലെ ന്യൂനപക്ഷം, കോൺഗ്രസിലെ ന്യൂനപക്ഷം, BJPയിലെ സാധാരണക്കാരായ പ്രവർത്തകർ, എല്ലാവരും ഒരു മാറ്റം ആലോചിക്കുക. ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് അതിന് വിധേയമാകാത്ത ഒരു പൊതുപ്രവർത്തകനുമില്ല. ഒരു വാർഡ് മെമ്പറാണെങ്കിൽ അവൻ ഈ പൊളിറ്റിക്കൽ നെക്സസിന് വിധേയമായിട്ടുണ്ട്. അവരനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലൊന്നുമില്ല, വീടില്ല, റോഡില്ല, വെള്ളമില്ല. ഇതൊക്കെ ഈ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. അതിനെതിരെയാണ് വോട്ട്. ഓട്ടോറിക്ഷയിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതാണ് പുറത്തിറങ്ങുന്ന വോട്ടർമാർ ഞങ്ങളെ പുറത്ത് നിൽക്കുന്ന പ്രവർത്തകരോട് ഇതുവരെ മിണ്ടാത്ത പ്രവർത്തകർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നു. ചിലർ കൈ പിടിച്ച് കൈ അമർത്തി പോവുക. ഒരു സിഗ്നലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. വലിയ വോട്ടിന് ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. ഈ വിമർശനം താങ്കൾക്കെതിരെയുള്ള വിമർശനം സൂചിപ്പിക്കുന്നത്, അതായത് ഇന്നത്തെ സരിൻ നാളത്തെ അൻവറാവോ? ഒന്നുകൂടി ചോദിച്ചേ. അല്ല, നിലവിൽ ഈ സ്വതന്ത്രന്മാരെ കുറിച്ചുള്ള പരാമർശം ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ സരിൻ നാളത്തെ അൻവറായി മാറുമോ? അല്ല, അങ്ങനെ ഒരിക്കലും ഇ പി പറയില്ലാന്ന്. ഇ പി തന്നെ നിഷേധിച്ച കാര്യത്തിൽ പിന്നെ എന്നോട് അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഇ പി ഒരിക്കലും PV അൻവറിനെ കുറിച്ച് അങ്ങനെ പറയില്ല. ഇ പിക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവില്ല. മലപ്പുറത്ത് ഒരുപാട് പരിപാടിക്ക് ഇ പി പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പങ്കെടുത്ത പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ല അറിയാം. അദ്ദേഹത്തിന് എന്നെക്കുറിച്ചും വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്നൊക്കെ ഇ പിനെ കൊന്നാൽ ഇ പി പറയും എന്ന അഭിപ്രായം എനിക്കില്ല. ഒരു പായൽ ഞങ്ങൾ കുറേ കിടന്നു. ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഈയിടെയായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ ഒരാളോടും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഇ പി ഒക്കെ ഈ കാര്യം അന്വേഷിച്ച് സൗഹൃദപരമായിട്ട് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ള നിലപാടിൽ ആ രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇ പിയോട് ഞാൻ തിരിച്ചു വെച്ചു, നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന്.
അപ്പം ഇതൊരു ഒരു നെക്സസിൻ്റെ കയ്യിലാണ് CPM. അത് തിരിച്ചു വിളിച്ചു. അതായത് പിണറായി കുടുംബത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ഇത്രയും നേതാക്കന്മാരുണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ആരാ? മരുമകനല്ലേ? റിയാസ് DYFIയുടെ നേതാവ്, ഒരു മന്ത്രി വരെ ആകാം, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ. എന്തെല്ലാമാണ് ഒരു അടിക്ക് മരുമകനായതിനു ശേഷം കിട്ടിയത്? മറ്റൊരു DYFIയുടെ പ്രവർത്തകർ നിലക്ക്, നേതാവ് നിലക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. പാർട്ടി കൂടി കയ്യിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പാരമ്പര്യമുള്ള ത്യാഗം സഹിച്ച ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുക, ഇപ്പം മുളച്ചു വരുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കോർപ്പറേറ്റുകളുടെ കോടാനക്കോടി, ഞാൻ ഇന്നലെ പരാതി കൊടുത്തല്ലോ, 11.25 കോടി ഉറുപ്പികയാണ് CPM ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ചിലവാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ കൊടുത്ത പരാതി. ആ 11.25 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ എത്ര സഖാക്കൾക്ക്, ഈ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം? എത്ര ആൾക്ക് ഒരു 100 രൂപ കൊടുത്തവർ, ഒരു ഹോർഡിങ് വെച്ച 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ കടക്കണിയിൽ കുടുങ്ങിയ ഒരു സഖാവിനെ അവർക്ക് രക്ഷിക്കാം, ആ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കാം. എന്തിനാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഈ സുമർചിത്രങ്ങൾ ഈ നാട്ടുകാരനായ UR പ്രദീപിനെ ആർക്കവിടെ അറിയാത്തത്? അപ്പം എന്തിനാണ് ഇവർ ഈ ഭയപ്പെടുന്നത്? മരുമകനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ വായില്ല കൊടാലിയെ എന്തിനാണ് ഭയപ്പെടുന്നത്? ജനങ്ങളിത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും അവർക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് വോട്ട് വീണുകൊണ്ടേയിരിക്കുക ഓട്ടോറിക്ഷയ്ക്ക്. പിയുടെ പേരിൽ വന്നത് വിശ്വസിക്കുന്നില്ല പുസ്തകത്തെ സംബന്ധിച്ച്. അങ്ങനെ PV അൻവറിനെ കുറിച്ച് പറയും എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറയണമെങ്കിൽ യെ കൊന്നാൽ അത് പറയുന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇപ്പോഴത്തെ ബന്ധമല്ല, ഈ 8 കൊല്ലത്തെ ബന്ധമല്ല. ഞാൻ DIC കോൺഗ്രസിൽ നിന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോയ ആ 2006 തൊട്ട് ഞാൻ എന്താ പറയുക ഇടതുപക്ഷ സഹയാത്രികനാണ്. യുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് 10-16 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക്. അദ്ദേഹത്തിന് അറിയാം. ഒരുപാട് തവണ അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്, വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട്. നമ്മളെ കുടുംബ പശ്ചാത്തലം അറിയാം. അതൊരിക്കലും അത് പറയില്ല. അപ്പോൾ ഇതിൽ വലിയ കള്ളക്കളി DC ബുക്സിൻ്റെ വിഷയത്തിൽ DC ബുക്സിനെ അടക്കം എന്താ പറയുക പറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് നേതൃത്വം കൊടുത്ത് P ശശിയാണെന്നാണ് ഈ നിമിഷം ഞാൻ വിശ്വസിക്കുന്നത്.